ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. കുട്ടികളോട് പ്രഹ്ലാദൻ പറഞ്ഞു, ഏത് ജന്മം എന്ന് ഭഗവാൻ നോക്കാറില്ല. ഏത് യോനിയിൽ പിറന്നാലും ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ തീർച്ചയായും രക്ഷയ്ക്കായിട്ട് വരും. നിങ്ങൾക്കറിയാലോ, എൻ്റെ അച്ഛൻ ലോകത്തിന്റെ മുഴുവൻ നാഥനെന്ന് അഹങ്കരിക്കുന്നു. ആ അച്ഛന്റെ പുരികക്കൊടി ഒന്ന് വളഞ്ഞാൽ, ആ കണ്ണുകളൊന്ന് ചുവന്നാൽ, ആ കടക്കണ്ണിൽ ക്രോധം മുറ്റി നിൽക്കുന്നത് കണ്ടാൽ ലോകം മുഴുവൻ കിടുകിട വിറയ്ക്കും. അങ്ങനെയുള്ള അച്ഛന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ എനിക്ക് ശക്തിയുണ്ടായി എങ്കിൽ അത് ഭഗവാനിലുള്ള ഭക്തിയാണ്. ദേവനോ ഋഷിയോ ബ്രാഹ്മണനോ അസുരനോ ആരുമായിക്കൊള്ളട്ടെ, ദേവോ അസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവയേവ ച ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാൽ യഥാവയം എന്ന് പറഞ്ഞു കൊടുത്തു. ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രിയതേ അമലയാ ഭക്തിയ ഹരിരന്യത് വിഡംബനം. അമലമായ നിർമ്മലമായ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തതോഹരോ ഭഗവതി ഭക്തിം കുരുതദാനവ. ഭാഗവതം പ്രഹ്ലാദന്റെ വാക്കുകളായിട്ട് നമുക്ക് പറഞ്ഞു തരണു. ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവൂ. തതോ ഹരോ ഭഗവതി ഭക്തിം കുരുത മാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരെ. അപ്പോ അസുരന്മാര്, യക്ഷരക്ഷസുകള്, സ്ത്രീകള്, ശൂദ്രന്മാര്, ഗോപികമാര്, പക്ഷികൾ, മൃഗങ്ങൾ, പാപജീവികൾ പോലും ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏകാന്ത ഭക്തിർ ഗോവിന്ദേ, ആ ഭഗവാനിൽ ഏകാന്ത ഭക്തിയുള്ളവരായിട്ട് തീരൂ എന്ന് പറഞ്ഞു കൊടുക്കണു. ഇത് കേട്ടുകൊണ്ടാണ് ചണ്ടാമർക്കന്മാർ വരുന്നത്. അവർക്ക് മനസ്സിലായി ഈ ഉണ്ണിയെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല. അസുരക്കുട്ടികൾ മുഴുവൻ ഉറക്ക നാമം ജപിച്ചു തുടങ്ങി എന്ന് മനസ്സിലായപ്പോ നേരെ രാജ്ഞ ആവേദയദ്യഥ, രാജാവിനെ വിവരം അറിയിക്കണു. അവിടുന്ന് ആ വിവരം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ അപ്രിയ സത്യത്തെ തിരിച്ചറിഞ്ഞു ഹിരണ്യകശിപു. വാളും വീശി അണഞ്ഞോരസുരൻ അവിടുന്ന് ഒരു വരവ് കിടുവന്നു എന്നാണ്. സർപ്പ പദാഹൈവശ്വസൻ പ്രകൃതി ദാരുണ. ചവിട്ടേറ്റ പാമ്പിനെ പോലെ ആ ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവിടുന്ന് ഒരു വരവുണ്ടായി. ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദ കരാധമ സ്തബ്ധം മച്ഛാസനോദ്ഭൂതം നേഷ്യേ ത്വാദ്യമക്ഷയം. നിന്നെ ഞാനിതാ ഈ യമപുരിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. നിനക്ക് എങ്ങനെ എന്റെ ശാസനയെ ധിക്കരിക്കാനുള്ള ബലമുണ്ടായി? തസ്യമേ ഭീതവന്മൂഢ ശാസനം കിംബലോത്യക എന്ന് പറഞ്ഞപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ന കേവലം മേ ഭവതശ്ച രാജൻ, അത് എന്റെ മാത്രം ബലമല്ല അക്ഷ, ഈ ലോകത്തിലെ സകല ബലശാലികളുടെയും ബലം, ശക്തി ആ ഭഗവാനിലുള്ള ഭക്തിയാണ്. അത് അച്ഛനും ഭഗവാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛൻ അത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ എല്ലാവരെയും ജയിച്ചു എന്ന് കരുതുമ്പോഴും അച്ഛന്റെ ഉള്ളിലെ ആ 6 ശത്രുക്കൾ ആനന്ദ നൃത്തം ചെയ്യാണ്. അവര് വിജയ നൃത്തം ആടിക്കൊണ്ടിരിക്കുകയാണ്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളെ അച്ഛൻ എന്ന് ജയിക്കുന്നുവോ, ഈ ആസുരീയമായ ഭാവത്തെ അച്ഛൻ എന്ന് ഉള്ളിൽ നിന്ന് കളയുന്നുവോ, അന്ന് അവിടത്തേക്കും ആ ഭഗവാനെ കാണാനായിട്ട് സാധിക്കും. ഈ ഉരുട്ടി വീഴിച്ച കണ്ണുകൾ അടച്ച് അതിനു പകരം അകക്കണ്ണൊന്ന് തുറന്നു നോക്കൂ, ആ ആനന്ദസ്വരൂപനെ കാണാനായിട്ട് സാധിക്കും. എല്ലാം ജയിച്ചു എന്ന് കരുതുന്ന അച്ഛന് ആ ഷഡ്രിപുക്കളെ ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നൊക്കെ പ്രഹ്ലാദൻ പറയുമ്പോ ഹിരണ്യകശിപുവിന് ദേഷ്യം ഇരട്ടിച്ചു. നീ പറയുന്നു ആ ബലം എല്ലായിടത്തും ഉണ്ട് എങ്കിൽ ക്വാസൗ യതിസ സർവത്ര കസ്മാൻ സ്തംഭേ എന്ന ദൃശ്യത്തെ, എല്ലായിടത്തും ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഈ തൂണിലില്ല എന്ന് ഹിരണ്യകശിപു ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടിയായി പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യത്തെ, ഞാൻ കാണുന്നുണ്ട് അച്ഛ. ആ തൂണിൽ മാത്രമല്ല സകല ചരാചരങ്ങളിലും ആ ഭഗവാൻ മിന്നിത്തിളങ്ങുന്നുണ്ട്. ആ ഭഗവാനെ കാണാൻ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി അച്ഛനോട് പറയുന്നു, ഈ കണ്ണൊന്ന് അടച്ച് ആ ഭഗവാനെ ഒന്ന് കാണാൻ ശ്രമിക്കൂ.
തീർച്ചയായും കണ്ണിന് കൺമണിയായി ആ ഭഗവാൻ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു. എല്ലായിടത്തുമുണ്ട് എന്ന് പറഞ്ഞപ്പോ, ആ തൂണിലുണ്ട് എന്ന് പറഞ്ഞപ്പോ, എങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏവം ദുരുക്തൈർമുഹുരർദയൻഷ സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രഗൃഹ്യോത്പതിതോ വരാസനാൽ സ്തംഭം തദാടാദിബലസ്വമുഷ്ടിന തദൈവ തസ്മിൻ നിരതോതി ഭീഷണോ ബഭൂവയേനാണ്ടകടാഹമസ്ഫുടൽ യം വൈ സ്വധിഷ്ണ്യോപഗതം ദ്വജാതയാ ശ്രുത്വാ സ്വധാമപ്യേമംഗമേനിരേ സവിക്രമൻ പുത്രവധേപ്സുരോജസാ നിശമ്യ നിർഹ്ലാദമപൂർവമത്ഭുതം അന്തഃസഭായാം നദദർശ തൽപദം വിതത്ര സൂര്യേന സുരാരിയൂഥപാ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിശ്ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്ഗഹൻ സ്തംഭേ സഭായാം ന മൃഗം ന ബാലശം. സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവതാരം മധു അത്ഭുത രൂപം അവനിയിൽ അദ്രിവിറയ്ക്കുന്നു. അസുരേന്ദ്രൻ ആ തൂണിലിടിച്ചു അട്ടഹസിച്ചു നരസിംഹം. അതുവരെ ആരും കാണാരൂപം അർക്കസമാനം നരസിംഹം. അതീവ ഭക്തിയിൽ താണു തൊഴുതു അടിമലരിണയിൽ പ്രഹ്ലാദൻ. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. അജനും ഹരനും ദേവാദികളും അതു കണ്ടതിയായി ഭയക്കുന്നു. അദ്രിസമാനം ദേഹം അതിലോ അതിശുഭ്രം തവ രോമങ്ങൾ. പാതി മനുഷ്യൻ പാതി മൃഗേന്ദ്രൻ പരമപവിത്രം നരസിംഹം. പാതിയടഞ്ഞത കണ്ണുകളോടെ പാദം തേടി പ്രഹ്ലാദൻ. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. നീട്ടി വളർത്തിയ നഖജാലങ്ങൾ നീണ്ടുകിടന്നിടും അവതാവും. എട്ടുകരങ്ങൾ അവയിൽ ശംഖം ചക്രം ഗദയും താമരയും പാശം വാളും പരിചയമുണ്ട്. പാരിൽ അത്ഭുതമീ രൂപം. പങ്കജനേത്രൻ തന്നുടെ കണ്ണിൽ പാവകനെത്തി ജ്വലിക്കുന്നു. ഹരി ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. ഭൃത്യന്മാരുടെ വാക്കുകളെല്ലാം സത്യമതാക്കാൻ നരസിംഹം. നിത്യം തന്നെ ഭജിക്കുകിൽ നൂനം കൃത്യം എത്തും ശ്രീഹരിയും. ഗർജന ശബ്ദം
കേട്ടു നടുങ്ങി ഗർഭിതനാകും അസുരേന്ദ്രൻ ഗംഗാനദി പോൽ ഭക്തിയുണർന്നു പ്രഹ്ലാദൻ തൻ കണ്ണുകളിൽ. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. സന്ധ്യയതാകാൻ കാത്തു നരഹരി സന്ധ്യയതാകാൻ കാത്തു നരഹരി സൂര്യൻ മെല്ലെ മറയുന്നു സ്വർണ്ണ നിറത്തിൽ വാനം വിന്തി സാദരമെത്തി രാഗേശൻ ചാടിയണഞ്ഞൊരു ദൈത്യനുമൊത്ത് ചാലകളിച്ചു നരസിംഹം ഉഗ്രവിഷത്തെ ചീറ്റും പാമ്പുമയുജ്വലനാകും ഗരുഡൻ പോൽ. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. അരുണം അംബരമരുണം മരയിൽ തിങ്ങി അരുണാംബരമതു നരസിംഹം വാടും വീശിയണച്ചു ദൈത്യൻ വലിച്ചിഴച്ചു നരസിംഹം കൈകാലുകളെ നിശ്ചലമാക്കി കൈവല്യതനാം നരസിംഹം അകത്തുമല്ല പുറത്തുമല്ല കുമ്പരപ്പടിയിൽ നരസിംഹം. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. വാലിലുമല്ല അവരിലല്ല ഉത്സംഗത്തിൽ അസുരേന്ദ്രൻ ആയുധമല്ല ആയുധമല്ലേ ആകരതാരിലെ നഖജാലം ബ്രഹ്മാവിന്റെ സൃഷ്ടിയതല്ല ബ്രഹ്മൻ പോലും ഹരിസൃഷ്ടി നീട്ടി വളർത്തിയ നഖമതു എട്ടും കുത്തിയിറക്കി നരസിംഹം കരാളതന്ത്രം കരവാളചഞ്ചലക്ഷുരാന്തജിഹ്വം ഭൃഗുടീം ഭോത്കണം വ്യാപ്താസ്യനാസം ഹനുഭേദഭീഷണം കൃത്വാട്ടഹാസം ബ്രഹ്മാവിന്റെ സൃഷ്ടിയതല്ല ബ്രഹ്മൻ പോലും ഹരിസൃഷ്ടി നീട്ടി വളർത്തിയ നഖമതു എട്ടും കുത്തിയിറക്കി നരസിംഹം. ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ ജയ ഹരി നരഹരി നാരായണ ഹരി ജയ ഹരി നരഹരി നരസിംഹ. ബ്രഹ്മാവിന്റെ സൃഷ്ടിയതല്ല ബ്രഹ്മൻ പോലും ഹരിസൃഷ്ടി നീട്ടി വളർത്തിയ നഖമതു എട്ടും കുത്തിയിറക്കി നരസിംഹം. ദിനമധുരിയിൽ മലരുകൾ തീർത്തു തിരുപമരൂപം നരസിംഹം നിറകണ്ണീരാ പാദം കഴുകി നിസ്തുല ഭക്തിയിൽ പ്രഹ്ലാദൻ. ഭഗവാൻ ആർത്തട്ടഹസിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. ഹിരണ്യകശിപുവിനെ പിടികൂടി സത്യം വിഘാതം നിജഭൃത്യഭാഷിതം തന്റെ ഭക്തന്മാരുടെ വാക്കുകളെ സത്യമാക്കാൻ ഭഗവാൻ സന്ധ്യാസമയം വരെ കാത്തുനിന്നു. അതിനുശേഷം ആ ഹിരണ്യകശിപുവിനെ പിടിച്ചു. പാമ്പിനെ പിടികൂടുന്ന ഗരുഡൻ എന്നതുപോലെ ഭഗവാൻ പിടിച്ച് ആ ഹിരണ്യകശിപുവിനെ ഇങ്ങനെ വലിച്ചിഴച്ചു. അകത്തുമല്ല പുറത്തുമല്ല ഉമ്മറപ്പടിയിൽ ആകാശത്തല്ല ഭൂമിയിലല്ല തന്റെ മടിയിൽ പഞ്ചഭൂതാത്മകമല്ല തന്റെ ശരീരം പോലും എന്ന് കാണിച്ചുകൊണ്ട് ഭഗവാൻ ആ ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തി. ദ്വേഷം കൊണ്ടാണെങ്കിലും തന്നെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരുന്ന ആ ദൈത്യേന്ദ്രന് ഭഗവാൻ അത്യത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹം കൊടുത്തു എന്നാണ് ഭക്തന്മാര് പറയുക. കാരണം എന്താ? അവിടെ
ഭഗവാന്റെ മടിയിൽ കിടന്ന് മരിക്കാൻ സാധിക്കുക എന്ന വലിയൊരു ഭാഗ്യം. അതാണ് ഹിരണ്യകശിപുവിന് ലഭിച്ചത്. ഭഗവാനോ ആ സന്ധ്യാസമയമായി എന്നങ്ങനെ തിരിച്ചറിഞ്ഞതോടുകൂടി അവന്റെ ഇളകുന്ന കൈകാലുകളെ ചലനരഹിതമാക്കി ഭഗവാന്റെ ഉരുക്കൊത്ത കൈകൾ പിന്നീട് അവന്റെ പിടയ്ക്കുന്ന മാറിലേക്ക് രുധിരപ്രിയം തർപ്പയിഷ്യെ എന്ന് പറഞ്ഞ അവന്റെ വാക്കിനെയും സത്യമാക്കാൻ വേണ്ടി ഭഗവാൻ നീട്ടി വളർത്തിയ നഖങ്ങളെ, ആ കൂർത്തുമൂർത്ത നഖങ്ങളെ ഹിരണ്യകശിപുവിന്റെ മാറിലേക്ക് ആഞ്ഞ് കുത്തി അങ്ങോട്ട് ഇറക്കിയെന്നാണ്. അതിൽ നിന്നും ചുടുചോര ആ ഭഗവാന്റെ മുഖാരവിന്ദത്തിലേക്ക് ഇങ്ങനെ തെറിച്ചു വീണു. ഭഗവാൻ തന്റെ മുഖപത്മത്തെ അവന്റെ ഹൃദയപത്മത്തിലേക്ക് ചേർത്തു വെച്ചു. പായം പായമുദൈരയോ ബഹുജകൾ സംഹാരി സംഹാരവാൻ എന്ന രീതിയിൽ കോപം കൊണ്ട് വിറയ്ക്കും ഹരിയുടെ കണ്ണുകൾ കരുണാസാഗരമായി. അപ്പോഴേക്കും ഹിരണ്യകശിപുവിനെ കൊന്നു. പെട്ടെന്ന് ഭഗവാൻ വീണ്ടും ക്രോധാവേശിതനായി നിന്നു. ബ്രഹ്മരുദ്രാദി ദേവന്മാര് മുഴുവൻ വന്ന് ഭഗവാനെ സ്തുതിച്ചിട്ടും ആ ഭഗവാന്റെ ക്രോധത്തെ ഒഴിവാക്കാൻ സാധിച്ചില്ല. ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, മഹാദേവൻ 3 പേര് മാത്രമാണ് ഒറ്റയ്ക്ക് വന്ന് സ്തുതിച്ചത്. അവസാനം ആ വിഷ്ണു പാർഷദന്മാര് കൂടി വന്ന് സ്തുതിച്ചിട്ടും ഫലമില്ലാതെ വന്നപ്പോ വിഷ്ണുപത്നിയായ ആ ലക്ഷ്മി ഭഗവതിയെ കൊണ്ടുവന്ന് നോക്കി. ലക്ഷ്മി നാരായണമൂർത്തിയായി മിന്നിത്തിളങ്ങാൻ ബ്രഹ്മാവ് മോഹിച്ചു. പക്ഷേ അദൃഷ്ടാശ്രുതപൂർവത്താൽ മുമ്പ് കാണാത്തത് കൊണ്ട് ഇങ്ങനെ രൂപം കണ്ടിട്ടില്ല, എനിക്കും പോകാൻ പേടിയാണ് എന്ന് പറഞ്ഞപ്പോ ബ്രഹ്മാവ് ചോദിച്ചു, ഇനി എന്താ വഴി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഭഗവാന്റെ ഉണ്ണിയെ പറഞ്ഞയക്കൂ. അവിടുന്ന് സിംഹമായിട്ടാണെങ്കിൽ ആ സിംഹത്തിന്റെ ഉണ്ണി ഹരേ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് അവിടെ നിൽക്കണില്ലേ, ആ ഉണ്ണിയെ പറഞ്ഞയക്കൂ എന്ന് പറയുന്നു. ആ ഉണ്ണി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ, ആ കാലടികളിൽ കണ്ണീര് കൊണ്ട് കഴുകിയപ്പോ ഭഗവാന്റെ ക്രോധം മുഴുവൻ കാരുണ്യവർഷമായി ആ പ്രഹ്ലാദന്റെ ശിരസിൽ വന്ന് വീണു എന്നാണ്. ആ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കുന്നു. ഹരേ സ്വഭക്തരക്ഷക സുരേശ വന്ദ്യ ശ്രീഹരേ നൃസിംഹരൂപമെന്നുമെൻ മനസ്സിലായി വരേണമേ. ദൈത്യപുത്രനാകുമെന്റെ ദൈന്യതയെ കണ്ടു നീ ദൈത്യരാജൻ തന്റെ മാറു കീറിന നൃസിംഹമായി ഹൃദയ പത്മമോടു നിന്റെ പതന പത്മം ചേർത്തു നീ രക്തപാനം ചെയ്തു കൊണ്ടു ഭക്തരക്ഷ ചെയ്തു നീ. അഗ്നി തുല്യം കണ്ണുകൾ പിളർന്ന വായതന്ത്രയും ഖഡ്ഗതുല്യമായ നാവും അട്ടഹാസ ശബ്ദവും വെളുത്ത രോമജാലവും തടിച്ച കണ്ഠദേശവും പാതി സിംഹഭാവവും പാതി മധ്യരൂപവും ബ്രഹ്മശങ്കരാദിദേവ വാഴ്ത്തിയിട്ടുമൊട്ടുമേ ശാന്തനായതില്ല എന്റെ രക്ഷ ചെയ്തൊരീശ്വരൻ. അസുരജാതിയിൽ പിറന്ന അടിയനോതും വാക്കുകൾ ആസ്വദിക്കു ഭക്തനാക്കി ആശീർവാദമേ കുനി. ഹരേ നൃസിംഹ പാഹിമ ഹരേ നൃസിംഹ പാഹിമ ഹരേ നൃസിംഹ രക്ഷമ ഹരേ നൃസിംഹ പാഹിമ. ഭക്തി മാത്രം മതി എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഉണ്ണിയെ മാറോട് ചേർത്ത് പിടിച്ച ഭഗവാൻ അസുരഗുരുവായ ശുക്രാചാര്യർക്ക് നിർദ്ദേശം കൊടുത്തു, ഈ ഉണ്ണിയെ അസുര ചക്രവർത്തിയായി അഭിഷേകം ചെയ്യാൻ. ആ സിംഹാസനത്തിലേക്ക് ആ 5 വയസ്സുകാരനെ കൈപിടിച്ച് വാരിയെടുത്ത് ആ നരസിംഹമൂർത്തി അങ്ങനെ കയറ്റിയിരുത്തി നിറ കണ്ണുകളോടെ മുറിയുന്ന വാക്കുകളോടെ കൈകൾ കൂപ്പി ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രഹ്ലാദൻ എന്ന 5 വയസ്സുകാരന്റെ ശിരസിൽ മന്ത്രപൂരിതമായ ആ തീർത്ഥം കൊണ്ട് അസുര ഗുരുവായിരിക്കുന്ന ശുക്രാചാര്യർ അഭിഷേകം ചെയ്യുന്നു. ഭക്തൻ തന്നുടെ വാക്കു കേട്ടു ഭഗവാൻ സംപ്രീതനായി കൺകളിൽ കാരുണ്യത്തിരമാല പൊങ്കി തിരയിൽ മുങ്ങുന്നു പ്രഹ്ലാദനും. ഭക്തന്നേകി വരങ്ങളെ ശതശതം
കൈകൂപ്പിനാൻ ബാലകൻ ശാന്താകാരവപുസ്സെടുത്തു ഹരിയോ ലോകം നമിച്ചു. ശുഭം. ആ നരസിംഹമൂർത്തിയുടെ ആ ഭക്തോത്തമനായ പ്രഹ്ലാദന്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് ഈ അക്ഷര പുഷ്പാഞ്ജലി ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം വരാഹമൂർത്തേ പാവന തീർത്ഥേ ശരണം മേ തവ ചരണയുഗം പന്നിയൂർ വാഴും സൂകരമൂർത്തേ ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പ്രഹ്ലാദ പ്രിയ നരഹരിമൂർത്തേ ഹരേ ഭാഗവത പ്രിയ ഭക്തജനപ്രിയ പവനപുരപതേ ഗുരുവായൂരപ്പ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.